ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാ ഇത്ര നേരത്തെ തന്നെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, പോയാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ആദ്യം തന്നെ ചോറും കറിയൊക്കെ ആക്കണത് കേട്ടോ. അപ്പോൾ ഈ ചോറും കറിയൊക്കെ ആയിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വേണം എനിക്ക് കൊണ്ടുപോകാൻ. അപ്പം വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്നിട്ട് വെന്തോളും. അപ്പം ഞാൻ ഇതൊന്ന് അടച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ചമ്മന്തിയും കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നും കറിയൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് കറിയും ഒക്കെ റെഡിയാക്കട്ടെ. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൽ നല്ല കണ്ണടയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും നല്ല ത്രില്ലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ കേട്ടോ, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടികൾ കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഓൽക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ മണ്ണാർക്കാട് ചുരമാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓള് ഡാമിനെ കുറിച്ചാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ ഈ ഡാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ രസം പോവില്ലേ, അത് സർപ്രൈസാണ്, നമ്മൾ എന്തായാലും കാണാൻ പോവല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ട് റോഡ് സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവും. അപ്പോൾ നല്ലൊരു മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര പിന്നെയും തുടങ്ങിയേ.
അങ്ങനെ ഞങ്ങൾ പോണ വഴിയിലാണ് ഈ പാടം കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാടമാണ്. അതിൻ്റെ ചുറ്റും അതിൻ്റെ നടുക്കായിട്ട് കുറേ തെങ്ങുകളുണ്ട്, കുറേ ആടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പോൾ നമ്മളെ നാട്ടിലൊന്നും കാണാൻ കഴിയാറില്ല. ഇതാ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. അതാ കുറേ ഭാഗങ്ങൾ നെൽകൃഷിയൊക്കെ ആയിട്ട്, അതാ നല്ല പശുവും ആടും എല്ലാവരും ഉണ്ട് ആ പാടത്ത്. നല്ല പച്ചപ്പുള്ള ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പനയാണ്. അടുത്തൊന്നും വീടുകളൊന്നും കാണുന്നില്ല കേട്ടോ. ഒക്കെ അങ്ങനെ കാട് ഏരിയകളായതുകൊണ്ടേ. ഇപ്പോൾ ഒരു വീടിങ്ങനെ കാണുന്നുണ്ട്, അതിൽ താമസം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഒരു വീടിങ്ങനെ കാണാൻ പറ്റി. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വീട് കാണുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. വീണ്ടും പാടം. അപ്പം ഞങ്ങൾ പിന്നെ കടയിലൊന്ന് നിർത്തിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 12:45 1 മണിയൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടി അവിടെ ഒന്ന് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാനും കുട്ടികളും അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് കണിക്കൊന്ന ഇല്ലേ, നമ്മളെ കണിക്കൊന്നൻ്റെ താഴെയാണ് കേട്ടോ. വിഷുവിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് കണിക്കൊന്ന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോരുന്ന വഴിയിൽ കുറേ കണ്ടു. അപ്പോൾ അതാ ഞങ്ങൾ നല്ലൊരു കണിക്കൊന്നൻ്റെ ചോട്ടിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു തണ്ട് പറിച്ചിട്ട് അല്ലു വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമായിക്കണം. ആദ്യമായിട്ടാണ് ഒരു കണിക്കൊന്നെടുത്ത് കൈ പിടിക്കണത്. പിന്നെ ഇത് ഡാമിൻ്റെ ബേക്ക് വശമാണ് കേട്ടോ. ഞങ്ങൾ അതിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോഴൊക്കെ മഴക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പം അവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ല, ഒരു ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ ആകെ ആളി കത്തും. അത്രയും ഉണങ്ങി കടിച്ച് നിൽക്കുകയാണ് ഈ മരങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടോ. മലമ്പുഴ ഗാർഡനിൽ എത്തിയിട്ടോ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്തു ഞങ്ങൾ കയറി. അകത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങോട്ടാണ് നടന്നു പോകുന്നത്. അങ്ങോട്ട് ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പച്ച നിറത്തിലുള്ള പുല്ലുകളും അതേപോലെ പല നിറത്തിലുള്ള പൂക്കളും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ ചാടി കളിച്ചോടി നടക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഉപ്പച്ചിൻ്റെ കൈയും പിടിച്ച് കയറുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിതിന് അകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ അല്ലുവിനൊരു തൊപ്പിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെയിൽ കൊള്ളണ്ടെന്ന് കരുതിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് തുടങ്ങുകയാണ്. ഒരുപാടുണ്ട് കേട്ടോ നടക്കാൻ.
മഴ പെയ്യോന്നറിയില്ല. മഴക്കാറൊക്കെ ഇങ്ങനെ പെയ്യണോ പെയ്യണ്ടേന്ന് ചിന്തിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതാ ഓരോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. മയിലും മാനും പിന്നെ എന്തൊക്കെയോ പലതും അവിടെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കയറുന്നത് ഈ പാർക്കിലാണ് കേട്ടോ. അല്ലുവിന് പാർക്ക് കണ്ടിട്ടൊരു സമാധാനമില്ല. അപ്പോൾ അല്ലു പറഞ്ഞു പാർക്കിൽ കളിച്ചിട്ട് പോയാൽ മതി ഡാം കാണാനെന്ന് പറഞ്ഞിട്ടോ. ഓള് കളി തുടങ്ങിയിരിക്കണേ. ഒരുപാട് ഊഞ്ഞാലകളും പിന്നെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള സന്തോഷത്തിൽ ഇങ്ങോട്ട് ഓടി വരികയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് നല്ല ഇഷ്ടമായിക്കണേ. അത് പറയാൻ വേണ്ടി വരികയാണ്. അവിടെ എന്തോ കണ്ടിക്കണത് പറയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇതാ നല്ല സർക്കസൊക്കെ തുടങ്ങിട്ടോ. ഒക്കെ പറ്റിയ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നത്. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഓക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയാണ് എല്ലാ ജനൽമലും ഒക്കെ കയറിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ചെന്നപ്പോൾ നല്ല ഇഷ്ടമായിക്കണ്. കയറി തൂങ്ങി ആടാനൊക്കെ പറ്റുമല്ലോ. അത് കണ്ടിട്ട് അക്കും പറ്റണ പോലെ, ഓനെക്കൊണ്ട് പറ്റണ പോലെ ഓനും തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അത് അടുത്തതിലും കയറി. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ വലിയ മരം ഉണ്ടായിട്ട് നല്ല തണുപ്പാണ്. അപ്പം ഞങ്ങൾ അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുറച്ച്. അപ്പം ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പം ഞങ്ങൾ ഡാമിൽ നിന്ന് താഴെ ഇറങ്ങാം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഏതായാലും ഡാം കാണാൻ പറ്റി. ഇത്ര സമയം മഴ ഇല്ലാതെ തന്നെ ഭാഗ്യം.
ഞങ്ങൾ താഴെ ഇറങ്ങിട്ടോ. എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരുന്നുണ്ട് മഴ പെയ്തിട്ട്. ഇനി എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണം. അപ്പം ഞങ്ങൾ ഈ ഗാർഡൻ ഏരിയയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ഇനി ഒരു തൂക്കുപാലമുണ്ട്, ആ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോണത്. പല വിധത്തിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോവുക, തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഞങ്ങളതിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അതവിടെ നമ്മളെ മലമ്പുഴ യക്ഷിനെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ ഉള്ള ബോട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്താ മഴയൊക്കെ ആയതുകൊണ്ട് അക്കുൻ്റെ തലയിലൊരു തൊപ്പിയും തൊപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു മുണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കേട്ടോ. മഴയായത് കാരണം ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയിട്ടില്ല. ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ. ഈ ഗാർഡൻ തന്നെ ഉണ്ട്, കുറേ കണ്ട് തീരാനുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് ഗാർഡനിലേക്ക് തന്നെ എത്തിക്കണം. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് റോപ്പ് വേയിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നല്ല മഴ തന്നെയാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റിങ്ങൊക്കെ ഉണ്ടായി. ഏകദേശം ഒരു 1 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കണ്ടില്ലേ, നല്ല മഴയാണ്. അവിടുന്ന് വെള്ളമൊക്കെ നല്ല ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് വെയിറ്റ് ചെയ്ത് അക്കു ക്ഷീണിച്ചിട്ട് കടന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം പിടിച്ചിട്ടാണെങ്കിലും അതിൽ കയറി. ശരിക്കും ഈ പാർക്കിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ റോപ്പ് വേയിൽ പോകണം കേട്ടോ. ഈ റോപ്പ് വേയിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ
ഈ മലമ്പുഴ ഡാമിൻ്റെ ചുറ്റുള്ള ഈ ഗാർഡൻ അടക്കം എല്ലാം കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ മലമ്പുഴ കാണാൻ വരുന്നവർ തീർച്ചയായിട്ടും ഈ റോപ്പ് വേലൊന്ന് കയറണം. ഈ ടൈമിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. പാന്റ് മുഴുവൻ നനഞ്ഞു. ഇത് താമരയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാണുന്നതിൽ. ഈ അവസരത്തിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്? സമാധാനമായോ? സന്തോഷമായോ? തണുക്കുന്നുണ്ടോ? നല്ല മഴയാണ്. അപ്പോൾ രാത്രിയായി, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ റോഡ്. പിന്നെ പൂരം നടക്കുന്ന ടൈം ആയതുകൊണ്ട് പിന്നെ വണ്ടികളൊക്കെ വേറെ റോഡിന് തിരിച്ചു വിടുകയാണ്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട് ഞങ്ങളെ മുന്നിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി ഓഫ് ചെയ്തിടും.
പിന്നെ ഓണാക്കും പിന്നെ ഓഫ് ചെയ്യും, അങ്ങനെ നിർത്തിയാണ് കേട്ടോ പോയിരുന്നത്. ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം ഇതുപോലെ ട്രാഫിക് ആയിട്ട് ഞങ്ങൾ ടൈം ഒരുപാട് പോയിട്ടോ. മഴ പെയ്തിട്ട് ഭയങ്കര ചളിയാണ് കേട്ടോ ഈ റോഡിലൊക്കെ. അപ്പോൾ വണ്ടികളൊക്കെ അതിൽ പൂന്തി പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ഈ ബ്ലോക്കൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പോലീസ് വരുന്നുണ്ട്. നല്ല പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.